നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷൻ്റെ റൂട്ടല്ല, ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ പഠിച്ചു. അതുപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതിനേക്കാളും റൂട്ട്സ് എന്ന് പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് അഥവാ സീറോസ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളാണ് ഈ പറഞ്ഞ 3 മെത്തേഡുകൾ. ഏതൊക്കെയാ? ഫാക്ടറൈസേഷൻ മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡ്, രണ്ടാമത്തെ എന്താ യൂസിങ് ക്വാഡ്രാറ്റിക് ഫോർമുല, മൂന്നാമത്തത് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. 3 മെത്തേഡ്സ് ആണുള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഏതാണെന്ന് നോക്കിയാൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് നോക്കാം. ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. സോ ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ 2x² - 5x + 3 = 0 ബൈ ഫാക്ടറൈസേഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്, ഫാക്ടറൈസേഷൻ മെത്തേഡ്. ആ പേരിൽ തന്നെ ഉണ്ട് ഫാക്ടറൈസേഷൻ. അതായത് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. ഫാക്ടേഴ്സ് എന്താണ്? ഘടകങ്ങൾ അല്ലേ? ആ ഘടകങ്ങളാക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നോക്കാം. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ? എന്താ? 2x² - 5x + 3 = 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, എങ്ങനെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കുന്ന അറിയാമോ? നമ്മൾ ഫാക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നടുക്കത്തെ ടേം, മിഡിൽ ടേം അഥവാ എക്സിൻ്റെ ടേം, എക്സ് വരുന്ന ടേമിനെ നമ്മൾ ചൂസ് ചെയ്യണം. എക്സ് വരുന്ന ടേം ഏതാ ഇവിടെ? -5x. ആ -5xനെ അല്ലെങ്കിൽ ആ മിഡിൽ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? മിഡിൽ ടേം എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത്, അതായത് 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ -5 കിട്ടുക. ആ രീതിക്കോട്ടാക്കണം. അതായത് -5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ 2 നമ്പേഴ്സ് എടുക്കാം നമുക്ക്? ഞാൻ പറയാം, -3ഉം -2ഉം. -3ഉം -2ഉം എന്താണ്? -5 ആണ്. 2 കൂടി കൂട്ടുമ്പോൾ -5 കിട്ടും അല്ലേ? അതുപോലെ തന്നെ എന്താ? -4ഉം -1ഉം -5 ആണ്. അതും നമുക്ക് കിട്ടാറുണ്ട് -5. പിന്നെ അത് കൂട്ടുന്നതാണെല്ലാം. അതെല്ലാം കൂട്ടുമ്പോൾ -5 കിട്ടുന്നതാണ്. -3ഉം -2ഉം അതുപോലെ തന്നെ -4ഉം -1ഉം ഒക്കെ. സോ 2x² - 5x + 3 = 0 എന്ന് വന്നു. സോ ഈ -5xനെ നമുക്ക് ഞാൻ എന്തെഴുതി? -5xനെ ഞാൻ പറഞ്ഞു ഒന്നുകിൽ -2x - 3x എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്താ -5xന് പകരം -4x - x, അതും -5x തന്നെയാണ്. പക്ഷേ ഞാൻ ഇവിടെ ചൂസ് ചെയ്യുന്ന ഏതാണെന്നറിയാമോ? -2xഉം -3xഉം ആണ്. എന്തുകൊണ്ടാണ്? അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ എഴുതുവാണേ. 2x² മൈനസ് ഈ -2x - 3x, അല്ലെങ്കിൽ -3x - 2x എന്ന് എഴുതാം. -2x - 3x + 3 = 0. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എന്താ ചെയ്തത്? ഈ -5xന് പകരം -2x - 3x അങ്ങനെ മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. ഇനി എന്താ? ഈ 2 ടേംസ് മാത്രം സെലക്ട് ചെയ്യുക. അതായത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം ഈ 2 ടേംസ് വെച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടോ? ഈ ഫസ്റ്റത്തെ 2 ടേം നോക്കിക്കേ, 2x² - 2x. അതിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? 2x² - 2xൽ നിന്ന് രണ്ടിടത്തും എന്താണ് കോമൺ ആയിട്ടുള്ളത്? ഒരു 2x കോമൺ അല്ലേ? അപ്പോൾ ഞാൻ എന്തെടുത്തു? ഒരു 2xനെ ഇങ്ങി പുറത്തെടുത്തു. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ 2 ടേമിൽ നിന്ന് ഞാൻ 2xനെ പുറത്തെടുത്തപ്പോൾ എന്ത് വന്നു? പിന്നെ ഒരു x മാത്രമല്ലേ അവിടെ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ 2x² / 2x ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 2ഉം 2ഉം കട്ടായി പോയി, എക്സും സ്ക്വയറും കട്ടായപ്പോൾ x എന്ന് വരും. സോ 2x² നിന്ന് 2xനെ കോമൺ എടുത്താൽ പിന്നെ x മാത്രം മൈനസ് പിന്നെന്താ? 2xനെ ഞാൻ ഇങ്ങനെ എടുത്തില്ലേ മൊത്തത്തിൽ? പിന്നെ ഒന്നല്ലേ ഉള്ളൂ. സോ 2x × x - 1 എന്ന് വരും. ഇത് മനസ്സിലായോ എങ്ങനെയാ ചെയ്തതെന്ന്? ഞാൻ അടുത്ത് നോക്കിക്കേ, മൈനസ്. ഇനി -3xഉം +3ഉം. -3x നിന്നും +3 എന്നും എനിക്ക് എന്തിനെ കോമൺ എടുക്കാം? 3നെ ഇനി കോമൺ എടുത്തു അല്ലേ? -3നെ കോമൺ എടുത്താൽ പിന്നെ അവിടെ എന്തുണ്ട്? x. -3നെ അല്ലേ എടുത്തത്? സോ ഒരു -3 ഉണ്ട് അല്ലേ? -1 ഉണ്ട് അല്ലേ? x - 1. ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ എഴുതിയിട്ട് ബ്രാക്കറ്റിനകത്ത് തിരിച്ച് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ എന്താ ഈ മുകളിൽ കിട്ടിയ ആൻസർ വരുന്നു നോക്കിയാൽ മതി. -3 × x - 3x -3 × 1 3. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? ഇപ്പം എന്താ വന്നേ? 2x × x - 1 -3 × x - 1 = 0 എന്ന് വരും. ഇത് എങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ -4x - x എന്നും പറയാമെന്ന് പറഞ്ഞില്ലേ? സോ അതാണ് ഞാൻ കൊടുത്തേക്ക് എന്ത് വന്നാനേ? ഞാനിപ്പോൾ -2x - 3xന് പകരം ഞാനിവിടെ കൊടുത്തത് -4x - x ആണെങ്കിൽ കോമൺ എടുക്കാൻ എനിക്ക് അവിടെ എന്തെങ്കിലും ടേംസ് കാണുമോ? എനിക്ക് കോമൺ എടുക്കാൻ ഒരു ടേംസും ഇല്ലല്ലോ. -4xഉം ഈ 2ൽ നിന്നും
-4 നിന്ന് ഒരു 2 എടുക്കായിരിക്കും. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കോമൺ ആയിട്ട് വരുമോ? ഇല്ല. അതുകൊണ്ടാണ് അത് എടുക്കാതിരുന്നത്. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഈ മിഡിൽ ടേമിന് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഫാക്ടേഴ്സ് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആ ഫാക്ടറിനെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അത് നമ്മൾ ലോജിക്ക് ഉപയോഗിച്ച് വേണം ചൂസ് ചെയ്യാനായിട്ട്. അതായത് 2x × x - 1 -3 × x - 1 = 0. ഇത്രയും ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം നോക്കിക്കേ. ഇനി വീണ്ടും നമുക്ക് നോക്കാം. രണ്ട് സ്ഥലത്തും എന്താ കോമൺ ഉള്ളത്? x - 1 ഉണ്ട്. ഞാൻ അതുകൊണ്ട് ആ x - 1 ഇങ്ങ് എടുത്തു. x - 1 × പിന്നെ എന്താ ഉള്ളത്? 2x ഒരു -3. അവരെ ഞാൻ ഒരുമിച്ച് എഴുതി. × 2x - 3 = 0 എന്ന് കൊടുത്തു. ഇത്രയും ഓക്കെ ആയോ? അതായത് ഈ 2x × x - 1 -3 × x - 1 = 0. അതിൽ നിന്ന് രണ്ടുപേരിലും കോമൺ ആയിട്ടൊരു x - 1 ഉണ്ടായിരുന്നു. സോ ആ x - 1നെ ഞാൻ ഇനി കോമൺ എടുത്തു. പിന്നെ അവിടെ ആരാ ഉള്ളത്? ഒരു 2x ഒരു -3. സോ × 2x - 3 = 0 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാം? നമുക്കറിയാം ഇവിടെ എന്താ ഇത് a × b = 0 ആ ഒരു ഫോമിൽ കിടക്കുമല്ലേ ഇവിടെ? നോക്കിക്കേ, a × b = 0 ഒരു ഫോമിൽ വന്നാൽ നമുക്ക് എന്തെഴുതാം? a = 0 അല്ലെങ്കിൽ b = 0 എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ x - 1 × 2x - 3 = 0 വന്നാൽ നമുക്ക് എന്തെഴുതാം? x - 1 = 0. x - 1 = 0 എന്ന് എഴുതി. അതിൽ നിന്ന് x നമുക്ക് എന്ത് വരും? +1 എന്ന് വരും അല്ലേ? അതുപോലെ 2x - 3 = 0. 2x - 3 = 0 ആണ്. അതിൽ നമുക്ക് 2xന് പകരം എന്തെഴുതാം? 2x = 3 അല്ലെങ്കിൽ x = 3/2 എന്ന് വന്നു. സോ നമുക്ക് എക്സിന് രണ്ട് വാല്യൂസ് കിട്ടിയില്ലേ? x = 1 എന്ന വാല്യൂവും കിട്ടി, x = 3/2 എന്ന് പറയുന്ന വാല്യൂവും കിട്ടി. ഞാൻ പറഞ്ഞില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രണ്ട് റൂട്ട് കാണുമെന്ന് പറഞ്ഞില്ലേ? രണ്ട് സൊല്യൂഷൻസ് കാണുമെന്ന് പറഞ്ഞില്ലേ? അതാണ് കിട്ടിയത്. എക്സിന് ഒരു വാല്യൂ 1ഉം കിട്ടി, 3/2ഉം കിട്ടി. ഓക്കെ, ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന ഇക്വേഷനെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാം. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ ചെയ്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവർ തന്നിരിക്കും. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ എക്സിൻ്റെ ടേം മാത്രം സെലക്ട് ചെയ്യുക. എക്സിൻ്റെ ടേം സെലക്ട് ചെയ്തിട്ട് ആ എക്സിൻ്റെ ടേമിന് എന്ത് വേണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്കിവിടെ 4 ടേം വരത്തില്ലേ? അപ്പം 4 ടേം വരുമ്പോൾ 2 എണ്ണം വീതമുള്ള ഒരു ഗ്രൂപ്പ് ആക്കണം. ഗ്രൂപ്പ് ആക്കിയിട്ട് ആ 2 നമ്പേഴ്സിൽ നിന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ പുറത്തോട്ട് എടുത്ത് മാറ്റണം. മനസ്സിലായില്ലേ? എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? 2 ഫാക്ടേഴ്സ് കിട്ടും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കത്തെ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അതായത് ഒരു നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം 5x ആണെങ്കിൽ തന്നെ അതിന് ഒന്നിലധികം ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഏത് ഫാക്ടർ ആണോ നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് അത് നോക്കി വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഓക്കെ, അതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 6x² - x - 2 = 0 ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. നോക്കിക്കേ, ദ ക്വസ്റ്റ്യൻ 6x² - x - 2 = 0 ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യണം. അപ്പം ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ ഏത് ടേമിനെയാണ് നമ്മൾ എടുക്കാനുള്ളത്? എക്സിൻ്റെ ടേമിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത് അല്ലേ? ഇവിടെ എക്സിൻ്റെ ടേം ഏതാ? -x. സോ ഈ -xനെ ഞാൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്തിട്ട് -xൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതായത് -x വരണം. 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ വരുമ്പോൾ -x അല്ലെങ്കിൽ -1x -1 വരണം അല്ലേ? എക്സ് അവിടെ നിൽക്കട്ടെ, -1 ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് നമ്മൾ എടുക്കാനുള്ളത്. -1 വരണം. എപ്പോഴൊക്കെയാണ് -1 വരുന്നത്? -1 വരികയും വേണം. എന്നാൽ ആ -1 വരുന്ന ഫാക്ടേഴ്സ് ഈ പറഞ്ഞ നമ്പേഴ്സ് 6x ഈ 6ഉം 2ഉം ഒക്കെ ആയിട്ട് എന്താണ് അവരുമായിട്ടൊരു ഫാക്ടേഴ്സ് അവരിലൊരു ഫാക്ടർ ഉള്ളതും ആയിരിക്കണം. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന നമ്പറില്ലേ, ഇപ്പം -x അല്ലെങ്കിൽ -1 എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു. -1 കിട്ടണം. -1 കിട്ടുമ്പോൾ ഏതെങ്കിലും 2 നമ്പർ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോഴായിരിക്കത്തില്ലേ -1 കിട്ടുന്നത്? ആ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുക്കുന്ന നമ്പർ ഈ ബാക്കിയുള്ള 2 നമ്പേഴ്സിൻ്റെ ഏതെങ്കിലും ഫാക്ടർ ആയിരിക്കുകയും വേണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് കോമൺ എടുക്കാൻ പറ്റൂ. ക്ലിയർ ആയോ ഇപ്പോൾ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -x അല്ലെങ്കിൽ -1x എങ്ങനെ എഴുതാം? എങ്ങനെയൊക്കെ കിട്ടാം? -1 പല രീതിക്കും കിട്ടാം. -1ൻ്റെ ഫാക്ടേഴ്സ് എല്ലാ നമ്പറിലും 1 ഉണ്ടല്ലോ, -1 ഉണ്ടല്ലോ. പക്ഷേ നമുക്കിതിൽ കോമൺ ഫാക്ടർ ആയിരിക്കുകയും വേണം. അപ്പം ഞാൻ പറയുവാണ് -1 എനിക്ക് കിട്ടണം. 4x - 3x വരുമോ? ഇല്ല, അത് +1 വരത്തുള്ളൂ. 3x അല്ലേ? 3x - 4x എടുത്താലോ? 3x - 4x -1x ആണ്.
ഓക്കെ, അത് ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം, അല്ലെങ്കിൽ 4x മൈനസ് 5x, അതും ശരിക്കും എന്താ -1x ആണ്. അല്ലെങ്കിൽ എന്താണ് 5x മൈനസ് 6x, ഇതെല്ലാം -1x തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എന്താ, ഈ -1x കിട്ടുമ്പോൾ ഈ പറഞ്ഞ 6xലും 2xലും കൂടി ഫാക്ടേഴ്സായി വരത്തക്ക രീതിയിലുള്ളത് നോക്കി നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നിയത് 3x -4x, 3 6ൻ്റെ ഫാക്ടറാണ്, 4 2ൻ്റെയും ഫാക്ടറാണ്. അപ്പോൾ എനിക്ക് 3x -4x എന്നുള്ള ആ ഒരു പെയറിനെ സെലക്ട് ചെയ്യാം. ആ ഒരു രീതിക്ക് എഴുതി നോക്കാം. അപ്പോൾ എന്ത് വരും, 6x². ഇനി -1xന് പകരം എന്താ, 3x അല്ലേ, പ്ലസ് 3x മൈനസ് 4x എന്നെഴുതി. അതായത് ഈ -1xന് പകരമാണ് 3x -4x എന്ന് എഴുതിയത്. -2 = 0. നമ്മൾ ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ കുറച്ച് ലോജിക്ക് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. 6x² പ്ലസ് 3x -4x -2 = 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പ്സ് ആക്കാം. ഇത് രണ്ടും ഒരു ഗ്രൂപ്പാക്കി, ഇത് രണ്ടും അടുത്ത ഗ്രൂപ്പാക്കി. ഇനി 6x² പ്ലസ് 3x, ഇതിൽ നിന്ന് എന്ത് കോമൺ എടുക്കാടെ, രണ്ടുപേര് ഇത് ഞാൻ ഒരു 3x എനിക്ക് കോമൺ എടുത്തൂടെ. ഇവിടെ ഒരു 3x, 6x² 3x ഉണ്ടല്ലോ, 6x² ഡിവൈഡഡ് ബൈ 3x ചെയ്ത് നോക്കിക്കേ, 2 വരും, x എന്ന് കേട്ടി 2x എന്ന് വരും. സോ 2x അല്ലേ. അപ്പം എനിക്കിവിടെ എന്ന് ഞാൻ കോമൺ എടുത്ത എന്താണ്, 3x കോമൺ എടുത്തു. 3x കോമൺ എടുത്താൽ പിന്നെ എന്താ ഉള്ളത്, 2x ഇവിടെ ഉണ്ട്, പ്ലസ് 3xൽ നിന്ന് 3x കോമൺ എടുത്താൽ 1, 3x ഡിവൈഡഡ് ബൈ 3x 1. സോ 3x × 2x + 1. ഇത്രയും ഓക്കെ ആണോ, മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന്? സോ 3x × 2x + 1 വരെ നമുക്ക് കിട്ടി. ഇനി എന്താ, 3x × 2x + 1. ഇനി ഇവിടെ നിന്ന് -4x - 2 = 2. അതിനകത്ത് എന്ത് കോമൺ എടുക്കാം, -4x - 2ൽ നിന്ന് എന്തെടുക്കാം കോമൺ, ഞാൻ ഒരു -2നെ ഇനി കോമൺ എടുത്തു. -2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ, ഇവിടുന്ന് -2 എടുക്കുമ്പോൾ ബാക്കി ഒരു 2x ഇല്ലേ, 2x പിന്നെന്താ ഉള്ളത്, 2x + 1 എന്ന് വരും അല്ലേ, = 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. എന്താണ് 2 × 2x അല്ലേ, -2 × 2x, -4x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് വരും അല്ലേ, -2 എന്ന് വരും. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം, രണ്ട് സ്ഥലത്തും 3x × 2x + 1 -2 × 2x + 1 = 0. ഇതിൽ നിന്ന് നമുക്ക് 2x + 1 എന്താണ് കോമൺ എടുത്തൂടെ. രണ്ട് സ്ഥലത്തും എന്താ കോമൺ ഉള്ളത്, 2x + 1 ആണ്. സോ നമുക്ക് 2x + 1 ഞാൻ ഇനി കോമൺ ആയിട്ട് എടുത്തു. പിന്നെ അതിനകത്ത് എന്താ ഉള്ളത്, ഒരു 3x ഉണ്ട്, ഒരു -2 ഉണ്ട്. സോ ബാക്കിയുള്ളതിന് അതേപോലെ എഴുതി, 3x - 2 = 0 എന്ന് എഴുതി. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. അതായത് 6x² + 3x -4x - 2 = 0. ഈ 3x - 4x എങ്ങനെയാണ് വന്നത്, ഈ -1xനെ സ്പ്ലിറ്റ് ചെയ്താണ് 3x - 4x ആക്കി എഴുതിയത്. ഇനി നമ്മൾ ഫാക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരേപോലെയുള്ള, അതായത് ടേംസിന് രണ്ടെണ്ണത്തിന് വെച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ഫസ്റ്റത്തെ 2 ടേം തമ്മിൽ ഗ്രൂപ്പ് ചെയ്തു, അടുത്ത 2 ടേമുകൾ തമ്മിലും ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ 6x² + 3x, ഇതിൽ നിന്ന് ഞാൻ എന്ത് കോമൺ എടുത്തു, എനിക്കൊരു 3xനെ ഇനി കോമൺ എടുക്കാം. 3xനെ കോമൺ എടുത്തപ്പോൾ ബാക്കി എന്താ വന്നേ, 2xും ഒരു +1 വന്നു അല്ലേ. ഇപ്പോൾ 3 2 6x², തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എടുത്ത കാര്യം ശരിയാണോ എന്ന് അറിയാനായിട്ട് തിരിച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. സോ 6x² ഓക്കെയാണ്, 3x × 1, 3x × 1 3x. സോ 6x² + 3x. ഇനി ഞാൻ ഇവിടുന്ന് ഒരു -2, ഇവിടെ അതായത് -4x - 2ൽ നിന്ന് ഒരു -2നെ ഞാനിഞ്ഞ് കോമൺ എടുത്തു. -2നെ കോമൺ എടുത്തപ്പോൾ എന്ത് വരും, -2 × 2x, അപ്പോൾ എന്ത് വരും, -4x ആണ്. ഇനി മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, പിന്നെ എന്താ 2 × 1 2 ആണ്. അത് മനസ്സിലായോ ആ ഭാഗം? ഓക്കെ. ഇനി എന്താ, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി എന്ത് ചെയ്യാം, ഈ രണ്ട് സ്ഥലത്തു നിന്നും ഒരു 2x + 1 കോമൺ എടുത്തു. രണ്ടിടത്തും 2x + 1 ഇല്ലേ, സോ 2x + 1നെ കോമൺ എടുത്തു. ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്, 3x ഉണ്ട്, ഒരു -2 ഉണ്ട്. സോ അതിന് ഒരുമിച്ച് എഴുതി, 3x - 2 = 0 എന്ന് എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം, എനിക്ക് 2x + 1 × 3x - 2 = 0 അല്ലേ. അപ്പോൾ ഞാൻ പറയുക 2x + 1 = 0, അതേപോലെ തന്നെ 3x - 2 = 0. ഇങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞു a × b = 0 ആണെങ്കിൽ a = 0 എന്ന് എഴുതാം, b = 0 എന്ന് എഴുതാം. അപ്പോൾ 2x + 1 = 0 ആണെങ്കിൽ 2x എന്ത് വരും ഇവിടെ, 2x = -1 എന്ന് വരും, x = -1/2 എന്ന് വന്നു. സോ എക്സിൻ്റെ ഒരു വാല്യൂ എന്താ നമുക്ക് വന്നത്, -1/2 എന്ന് വന്നു. അടുത്ത എന്താ, 3x - 2 = 0 അല്ലേ, 3x - 2 = 0. അപ്പോഴോ 3x = 2 എന്ന് വരും. സോ x = നമുക്ക് എന്ത് വരും, 2/3. എക്സിൻ്റെ വാല്യൂ 2/3 എന്നൊരു വാല്യൂവും കിട്ടും. ക്ലിയർ ആയോ?
എക്സിന് 2 വാല്യൂ കിട്ടിയില്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ? എക്സിന് -1/2 എന്ന് പറഞ്ഞ വാല്യൂവും കിട്ടി, 2/3 എന്ന് പറഞ്ഞ വാല്യൂവും കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, ഇത്രയാണ് 6x² - 1x - 2 = 0 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 100x² - 20x + 1 = 0 ബൈ ഫാക്ടറൈസേഷൻ മെത്തേഡ്. 100x² - 20x + 1 = 0. 100x² - 20x + 1 = 0. ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് വേണം? നമ്മൾ എക്സിൻ്റെ ടേം നോക്കി എടുത്തു. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് വേണം? എക്സിൻ്റെ ടേം എടുക്കണം. ഇവിടെ എക്സിൻ്റെ ടേം എന്താ? -20x ആണ്. -20x. -20xനെ എങ്ങനെ എഴുതാം? -10x -10x എന്ന് എഴുതിക്കൂടെ? -10 -10 -20 അല്ലേ? അങ്ങനെ എഴുതി നോക്കിയാലോ? 100x² - 10x - 10x. പിന്നെന്താ ഉള്ളത്? +1 = 0. ഡൗട്ട് ഉണ്ടോ? ഇങ്ങനെ എഴുതി എന്താണെന്ന് അറിയാമോ? 100ന്റെ ഫാക്ടേഴ്സിനകത്ത് 10 ഉണ്ടല്ലോ, 10 വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. -20xനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? 100x² - 10x ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതി. -10x +1 ഇത് ഒരുമിച്ച് എഴുതി, ഗ്രൂപ്പ് ചെയ്തു അല്ലേ? പിന്നെന്തായിരുന്നു? എന്ത് കോമൺ എടുക്കാം? 100x². 100x² -10x ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു -10x, ഒരു 10xനെ കോമൺ എടുത്തൂടെ? 100x² ഡിവൈഡഡ് ബൈ 10x ചെയ്ത് നോക്കിക്കേ. 100x² ഡിവൈഡ് ബൈ 10x. അപ്പോൾ 10x എന്ന് വരും അല്ലേ? 10x വരത്തില്ലേ? സോ ഞാൻ ഇവിടെ നിന്ന് ഒരു 10xനെ എങ്കിൽ കോമൺ എടുത്തു. കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? 10x ആണ്. -10xനെ എങ്കിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ലല്ലോ, 1 അല്ലേ ഉള്ളൂ. സോ 1 കണ്ടോ? 10x × 10x - 1 എന്ന് വരും. പിന്നെ എന്താ ഉള്ളത്? -10x + 1 അല്ലേ അവിടെ ഉള്ളത്? ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഞാൻ അവിടെ നിന്നൊരു -1നെ കോമൺ എടുത്തു. -1നെ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? 10x - 1 എന്ന് വരും, = 0. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. -10x -(-) +1 അല്ലേ? സോ -10x ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കംപ്ലീറ്റ് നോക്കുമ്പോൾ മുകളിലത്തെ പോലെ വരുന്നോ നോക്കിയാൽ മതി. നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം -10x -+ ആണ്. സോ +1 ഇങ്ങനെ എഴുതി. സോ എന്താണ്? 10x × 10x - 1 -1 × 10x - 1 = 0 എന്ന് വന്നു. രണ്ട് സ്ഥലത്തും എന്താ കോമൺ ഉള്ളത്? 10x - 1 കോമൺ ഇല്ലേ? സോ ഈ 10x - 1ൽ നിന്ന് ഞാൻ ഒരെണ്ണത്തിന് സെലക്ട് ചെയ്തു. 10x - 1 × പിന്നെ എന്താ ഉള്ളത്? ഒരു 10x ഉണ്ട്, ഒരു -1 ഉണ്ട്. അതേപോലെ എഴുതി. 10x - 1 എന്ന് എഴുതി, = 0. 10x - 1 × 10x - 1 = 0 എന്ന് വന്നു അല്ലേ? സോ നമുക്ക് എന്തെഴുതാം? 10x - 1 = 0. അതിൽ നിന്ന് 10x = 1 അഥവാ x = 1/10 എന്ന് വരും. എക്സിൻ്റെ വാല്യൂ എന്താ? 1/10 എന്ന് വന്നു. ക്ലിയർ ആയോ? അതേപോലെ അപ്പുറത്തും അതും 10x - 1 തന്നെയല്ലേ? 10x - 1 = 0. സോ 10x = 1, x എന്ത് വരും? 1/10 എന്ന് വരും. എഴുതാമേ, x = 1/10 എന്ന് വരും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? 1/10 അല്ലേ കിട്ടിയത്? ശരിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. 10x - 1 × 10x - 1 = 0. അഥവാ 10x - 1ന്റെ ഹോൾ സ്ക്വയർ ആണ്. 10x - 1ന്റെ സ്ക്വയർ ആണ് ശരിക്കും ഇത്. 100x² - 20x + 1 = 0 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ 100x² - 20x + 1 = 0 എന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഈ -20xനെ മിഡിൽ ടേമിനെ, എക്സിൻ്റെ ടേമിനെ ഞാനങ്ങ് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് വന്നു? -20xനെ ഞാൻ -10x എന്ന് എഴുതി. അങ്ങനെ എഴുതി എന്തിനാണ്? ഈ പറഞ്ഞ ബാക്കിയുള്ള ഫാക്ടേഴ്സുമായിട്ട്, ബാക്കിയുള്ള 2 ടേംസുമായിട്ട്, ഫാക്ടേഴ്സുമായിട്ടല്ല ബാക്കിയുള്ള 2 ടേംസുമായിട്ട് കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പോൾ 100x² - 10x ഇവർ രണ്ടുപേരും ഒരുമിച്ച് എഴുതി. ബാക്കിയുള്ള -10xനെയും 1നെയും ഞാൻ ഒരുമിച്ച് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇവിടെ നിന്ന് എനിക്ക് കോമൺ എടുക്കാൻ പറ്റിയതൊരു 10x ആയിരുന്നു. 10xനെ ഞാൻ ഇനി കോമൺ എടുത്തു. 10x × 10x - 1 അതേപോലെ എടുത്ത് എഴുതി. പിന്നെന്താ? പിന്നെ ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. -10xും +1ഉം അല്ലേ? അപ്പം നോക്കിക്കപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊരു -1നെ കോമൺ എടുക്കാം. 10x എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 10x എന്ന് പറഞ്ഞാൽ
10 ഇൻറ്റു 1x എന്നല്ലേ അല്ലേ? 10 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 1 എന്നല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 എടുത്തത്. 1 എന്ന് പറഞ്ഞാൽ ഏതൊരു നമ്പറിൻ്റെയും ഫാക്ടർ തന്നെയല്ലേ 1. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. സോ -1 ഇനി എടുക്കാം. ഇവിടെ ഒരു -1 ഉണ്ട്. -1 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 10x - 1 ഇതുപോലത്തെ ഫോമിൽ തന്നെ വരും. ഓക്കെ, അതുകൊണ്ടാണ് -1 കോമൺ എടുത്തിട്ട് 10x - 1 എന്ന് പറഞ്ഞ് എഴുതിയത്. പിന്നെന്താണ്? പിന്നെ 10x - 1 രണ്ട് ടേമിലുള്ളത് കൊണ്ട് അതിനെ ഞാൻ ഇനി കോമൺ എടുത്തു. പിന്നെ ബാക്കിയുള്ളത് ഒരു 10xും ഒരു -1 ആയിരുന്നു. അവർ രണ്ടുപേരെയും ചേർത്ത് ഒരുമിച്ച് അങ്ങ് എഴുതി. 10x - 1 = 0 എന്ന് എഴുതി. അപ്പോൾ 10x - 1 × 10x - 1 = 0 എന്ന് കിട്ടി. അതിന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, പ്രിലിംസിന് വരുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു അടുത്തൊരു മെത്തേഡ് നമ്മൾ പഠിക്കും, ക്വാഡ്രാറ്റിക് മെത്തേഡ്. ക്വാഡ്രാറ്റിക് മെത്തേഡിൽ ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏതൊരു ഇക്വേഷൻ വന്നാലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്വാഡ്രാറ്റിക് മെത്തേഡ് കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് എളുപ്പമൊക്കെയാണ്, പക്ഷെ കുറച്ച് പേർക്കൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഫാക്ടേഴ്സ് എടുക്കുന്ന സമയത്ത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നൊക്കെ വന്ന് കുറച്ച് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നാലും നമ്മൾ എല്ലാ മെത്തേഡും അറിഞ്ഞിരിക്കണം, എല്ലാ മെത്തേഡും പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find two consecutive positive integers, the sum of whose square is 365. Solve using factorization method. Okay, find two consecutive positive integers. രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സം ഓഫ് ദെയർ സ്ക്വയേഴ്സ്, അവരുടെ സ്ക്വയറുകളുടെ സം എന്ന് പറഞ്ഞാൽ 365 കൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പം ഞാൻ ഒന്നാമത്തെ ഇൻറ്റിജറിനെ ഞാൻ എക്സ് ആക്കി എടുത്തിരിക്കട്ടെ. അപ്പോൾ അടുത്ത ഇൻറ്റിജർ എന്തായിരിക്കും? കൺസിക്യൂട്ടീവ് അല്ലേ? അടുത്തതാവുമ്പം x+1 ആയിരിക്കും അല്ലേ? ഫസ്റ്റ് ഇൻറ്റിജർ എക്സ്. അപ്പോൾ സെക്കൻഡ് ഇൻറ്റിജർ എന്താണ്? x+1. ഇനി ദ സം ഓഫ് ഹൂസ് സ്ക്വയേഴ്സ്, അവരുടെ സ്ക്വയറുകളുടെ സമ്മ്. അപ്പോൾ ഫസ്റ്റത്തെ ആളുടെ സ്ക്വയർ എന്താ? x². അടുത്ത ആളുടെ സ്ക്വയർ എന്തായിരിക്കും? അടുത്ത ആൾ x+1 അല്ലേ? അതിൻ്റെ സ്ക്വയർ x+1 ദ ഹോൾ സ്ക്വയർ. സ്ക്വയറുകളുടെ സം എന്ന് പറഞ്ഞാൽ എന്തെന്നാ പറഞ്ഞത്? 365 ആണ്. 365 ആണ്. അങ്ങനാണെങ്കിൽ എന്താ കണ്ടുപിടിക്കാനുള്ളത്? അങ്ങനാണെങ്കിൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം അല്ലേ? ഇൻറ്റിജേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ചെയ്തൂടെ? നമ്മൾ ആദ്യം ഇങ്ങനൊരു ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് വേണം? ആദ്യം അതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ജനറൽ ഫോമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ എഴുതി x² പ്ലസ് x+1 ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷൻ a+b ദ ഹോൾ സ്ക്വയർ a² പ്ലസ് 2ab പ്ലസ് b². സോ x² പ്ലസ് 2ab 2x × 1 2x പ്ലസ് b² 1. കണ്ടോ? സോ x² പ്ലസ് 2x പ്ലസ് 1 ഇത്രയും വന്നു. ഈക്വൽ ടു 365 ആണ്. ഇത്രയും ഓക്കെ ആണോ? x² പ്ലസ് 2x പ്ലസ് 1 = 365 എന്ന് വന്നു. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതി. ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതി പോകാൻ പാടാണെന്നുള്ളവർ എന്ത് ചെയ്യണം? x+1 ദ ഹോൾ സ്ക്വയറിനെ ഒന്ന് മാറി എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം അതിനെടുത്ത് ഇക്വേഷൻ ഇട്ടാലും മതി കേട്ടോ. തെറ്റിപ്പോവും എന്നുള്ള ആൾക്കാർ. സോ x² പ്ലസ് x² എന്തെഴുതാം? 2x² പ്ലസ് 2x പ്ലസ് 1 = 365 അല്ലേ? അതിൽ നിന്ന് 2x² പ്ലസ് 2x ഈ -365 പ്ലസ് 365 ഇപ്പുറത്ത് വരത്തില്ലേ? അപ്പോൾ എന്താവും? -365 ആവും. -365 പ്ലസ് 1 = 0 എന്ന് വന്നു. അതിൽ നിന്ന് 2x² പ്ലസ് 2x -365 പ്ലസ് 1 -364 = 0 എന്ന് വന്നു. ഓക്കെ ആണോ? ക്ലിയർ ആയോ? എന്താണ്? 2x² പ്ലസ് 2x മൈനസ് 364 = 0. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കിട്ടി. നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഫാക്ടറൈസേഷൻ വഴി സിംപ്ലിഫൈ ചെയ്യാം. ചെയ്യുമ്പോൾ ആലോചിക്കാനുള്ള കാര്യം, ഈ ഇക്വേഷൻ നോക്കിക്കേടെ. ഒരു 2x² പ്ലസ് 2x മൈനസ് 364 = 0. ഇതിനെ എനിക്ക് കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തൂടെ? അതായത് ഇതിനിപ്പം എല്ലായിടത്തും ഒരു 2ൻ്റെ ഒരു മൾട്ടിപ്പിൾ ഇല്ലേ? 2ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ ഇതെല്ലാം? സോ ഞാൻ എന്ത് ചെയ്യുക? ഒന്ന് ചെറുതാക്കുവാണ്. ത്രൂ ഔട്ട് ഞാൻ ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും എനിക്ക്? x² പ്ലസ് എക്സ് മൈനസ് 364 ഡിവൈഡ് ബൈ 2. 364ൻ്റെ പകുതി. (182) വരും അല്ലേ? 182 182 = 0 എന്ന് വന്നു. കണ്ടോ?
എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ എന്ത് വേണം? ഇതിനെ ഫാക്ടേഴ്സ് ആക്കി ചെയ്യണ്ടേ? ഫാക്ടേഴ്സ് ആക്കി ചെയ്യണം. അപ്പോൾ ആലോചിക്കാനുള്ള കാര്യം, ഇവിടെ എക്സിൻ്റെ ടേം നമ്മൾ എടുത്തു. എക്സിൻ്റെ ടേം നോക്കിയേ, എക്സിൻ്റെ ടേമിൽ ആരാ ഉള്ളത്? 1x അല്ലേ? 1 ആണുള്ളത് അല്ലേ? അതായത് രണ്ട് നമ്പേഴ്സ് തമ്മിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? 1 വരണം. അതുപോലെ തന്നെ നമുക്ക് ഈ -182 എന്ന് പറഞ്ഞ സംഭവം കണ്ടോ? ശരിക്കും ഈ -182 എന്താണ്? അവിടെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ നമ്മുടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ, സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് എഴുതാം. നമുക്ക് എന്തോന്നു? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. എങ്ങനെ സോൾവ് ചെയ്യാം നോക്കിക്കേ. ശരിക്കും ഇനിയാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മളൊരു പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതായത് ഒരു നമ്പേഴ്സൊക്കെ വന്നൊരു പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നോക്കിക്കേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈസ് ഈക്വൽ ടു 0. ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 അല്ലേ? അതായത് ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും സൊല്യൂഷനായിട്ട്. ആ നമ്പേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? നമുക്ക് 1 വരണം. നമ്പേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 1 വരണം അല്ലേ? അപ്പോൾ അത് മനസ്സിലായി, 1x ആണെന്ന് മനസ്സിലായി. ഇനി ഈ 182 എന്താണെന്നറിയാമോ? 182 എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 182 വരണം. അവർ തമ്മിൽ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ 1 വരികയും വേണം. അങ്ങനത്തെ നമ്പേഴ്സിനെ നോക്കി നമ്മൾ സെലക്ട് ചെയ്യണം. എങ്ങനെയാണ്? എന്താണ്? രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -182 വരണം. രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ +1 വരികയും ചെയ്യണം. അതാണ് എടുക്കാനുള്ളത്. മനസ്സിലായോ? അത് കൂടുതലും നമുക്ക് ആപ്ലിക്കബിളായി വരും. നമ്മളെ ഈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 വരുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 വരുന്ന ക്വസ്റ്റ്യൻസിലാണ് നമുക്ക് എളുപ്പത്തിന് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അപ്പോൾ രണ്ട് നമ്പേഴ്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമുക്ക് 1 വരണം. ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 182 വരികയും വേണം, -182 വരികയും വേണം. അത് ഏത് നമ്പേഴ്സ് ആയിരിക്കും? രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -182 വരണം. അത് ആഡ് ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ 1 വരികയും വേണം. എങ്ങനെ എടുക്കാൻ പറ്റും? മൾട്ടിപ്ലൈ ചെയ്യുമ്പം -182 നിങ്ങൾ ആലോചിച്ച്, മൾട്ടിപ്ലൈ ചെയ്യുമ്പം -182 അങ്ങനെ വരുമ്പോൾ ആ നമ്പറിൻ്റെ സൈൻ എന്തായിരിക്കും? രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നെഗറ്റീവ് വരണമെങ്കിൽ, ശ്രദ്ധിച്ചേ, രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരണമെങ്കിൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആണ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. അതായത് ആ രണ്ട് നമ്പേഴ്സിനും ഡിഫറൻറ്റ് സൈൻ ആയിരിക്കത്തില്ലേ? മനസ്സിലായോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നെഗറ്റീവ് വന്നെന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പറിനും ഡിഫറൻറ്റ് സൈൻ ആയിരിക്കത്തില്ലേ? നമ്പർ എവിടെ നിൽക്കട്ടെ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ സൈൻ ഒന്ന് പറഞ്ഞു നോക്കാം. രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വന്നു എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും സൈൻ ഡിഫറൻ്റ് ആയിരിക്കും. ഒരാളുടേത് പ്ലസ്സും ആയിരിക്കും, ഒരാളുടേത് മൈനസും ആയിരിക്കും. അങ്ങനെയാണെങ്കിലേ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് വരത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലായി. ഇനി നടുക്കത്തെ സൈൻ നോക്കിക്കേ. നടുക്ക് എന്താ? നമുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ആണ് വന്നത്. ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് പ്ലസ് ആണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഉള്ള നിയമം എന്താ? ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ രണ്ട് നമ്പറുകളെയും തമ്മിൽ സൈൻ ഡിഫറൻ്റ് ആണെന്ന് നമുക്ക് ഈ പ്രോഡക്റ്റ് നോക്കിയപ്പോൾ മനസ്സിലായി. രണ്ടുപേരുടെയും സൈൻ ഡിഫറൻ്റ് ആണ്. ഇനി നടുക്ക് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തപ്പോൾ പ്ലസ് വന്നെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? നമുക്ക് മനസ്സിലാക്കണം, നമുക്കറിയാം പ്ലസ് വന്നെന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് സൈൻ ആണല്ലോ. അപ്പോൾ വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ് കൊടുക്കാനുള്ളത്. വലുതിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അതായത് വലിയ നമ്പർ ഏതായിരിക്കും? വലിയ നമ്പറായിരിക്കും പ്ലസ് വരുന്നത്. വലിയ നമ്പർ പ്ലസും ചെറിയ നമ്പറായിരിക്കും മൈനസ് വരുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ക്ലിയർ ആയോ? മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കിക്കാൻ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 182 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. നോക്കിക്കേ, ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് ടേം, ലാസ്റ്റ് ടേം, കോൺസ്റ്റന്റ് ടേമിലേക്ക് പോകണം. ആ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നതാണ് ശരിക്കും എന്താണ്? നമുക്ക് ഉള്ള ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ്റെ അഥവാ അതിൻ്റെ റൂട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യമായിരിക്കും ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്നത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ടുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും ഈ ലാസ്റ്റ് കൊടുത്തേക്കുന്നത്.
ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ അതിൻ്റെ സൈൻ നോക്കണം. നമ്മൾ അതിൻ്റെ സൈൻ എന്താ ഇവിടെ -182 ആണ് വന്നത്, മൈനസ് ആണ് വന്നത്. അപ്പോൾ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ മൈനസ് അല്ലേ വന്നത്? മൈനസ് ആണെന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം? ആ രണ്ട് നമ്പേഴ്സിനും ഡിഫറൻറ്റ് സൈൻ ആണെന്ന് മനസ്സിലാക്കണം. കാരണം ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നെഗറ്റീവ് വരത്തുള്ളൂ അല്ലേ? ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് വരത്തുള്ളൂ. ഒരേ സൈൻ ആണെങ്കിൽ പ്ലസ്സും ആയിരുന്നെങ്കിൽ നമുക്ക് പ്ലസ് വന്നാനേ, രണ്ടും മൈനസ് ആയിരുന്നെങ്കിൽ നമുക്ക് അവസാനം പ്ലസ് വന്നാനേ. ഇവിടെ -182 വന്നപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കാനുള്ള? രണ്ടുപേരുടെയും സൈൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ രണ്ട് നമ്പറുണ്ട്, ആ രണ്ടുപേരുടെയും സൈൻ ഡിഫറൻ്റ് ആണെന്ന് മനസ്സിൽ കിട്ടി. ഇനി എന്താ ആലോചിക്കാനുള്ള? മിഡിൽ ടേമിലേക്ക് വന്നു. മിഡിൽ ടേം 1 എന്ന് കിട്ടി, +1 ആണ്. മിഡിൽ ടേമിൻ്റെ സൈൻ പ്ലസ് ആണ്. അപ്പോൾ എനിക്ക് ലാസ്റ്റത്തെ കാര്യത്തിൽ നിന്ന് രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് രണ്ടുപേരുടെയും സൈൻ നെഗറ്റീവ്, രണ്ടുപേരും ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നടുക്കത്തെ കാര്യം നോക്കിയിട്ട് എന്താ മനസ്സിലാക്കാനുള്ള? ഇനി മിഡിൽ ടേം നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? മിഡിൽ ടേം നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ്, ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് നമ്മൾ ഈ മിഡിൽ ടേമിൽ എഴുതുന്നത്. ആ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് മിഡിൽ ടേമിൽ എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് നടുക്കത്ത് ഇവിടെ പ്ലസ് അല്ലേ കിടക്കുന്നത്? രണ്ടു പേർക്കും ഡിഫറൻറ്റ് സൈനുമാണ്. ഇവിടെ നമുക്ക് കിട്ടിയ സൈൻ പ്ലസ്സും ആണ്. അതിൻ്റെ അർത്ഥം എന്താ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അതായത് വലിയ നമ്പർ ഏതായിരിക്കും? വലിയ നമ്പർ പോസിറ്റീവ് ആയിരിക്കും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പേഴ്സിന് രണ്ടുപേർക്കും ഡിഫറൻറ്റ് സൈൻ ആണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ 182ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 182 രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -182 കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -182 വരണം. അപ്പോൾ എങ്ങനെ നമ്മൾ നമ്പറിനെ ചൂസ് ചെയ്യുന്നത്? നമ്പറിനെ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സ് അല്ലേ, ഞാനിപ്പോൾ ഒരു 10ഉം 11ഉം എടുത്തു. അപ്പോൾ 10 × 11, 10 × 11 എത്ര? 110 വരുന്നത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 182 വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ 10ഉം 11ഉം അല്ല, അപ്പോൾ 11ഉം 12ഉം ആണോ? മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. അതേപോലെ നമ്മൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഗസ് ചെയ്ത് മൾട്ടിപ്ലൈ നോക്കുക. അപ്പം ഞാൻ ഒരു 13 × 14 ചെയ്ത് നോക്കി, 13ഉം 14ഉം ചെയ്ത് നോക്കി. അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആയിരിക്കണേ, ക്വസ്റ്റിനിൽ പറയുന്നുണ്ട്, ക്വസ്റ്റിനിൽ കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് തന്നെ എടുത്ത് ട്രൈ ചെയ്യണം. 12, അപ്പോൾ എത്ര വരും? 4 1 5 3 182 വന്നു അല്ലേ? സോ നമുക്ക് നമുക്ക് 13ഉം 14ഉം ആണ് നമ്പേഴ്സ് എന്നുള്ള കാര്യം വന്നു. 13ഉം 14ഉം ആണ് നമ്പേഴ്സ് എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ നമ്പേഴ്സ് വെച്ചിട്ട് ഈ രണ്ട് നമ്പേഴ്സുകൾ തമ്മിൽ സൈൻ നോക്കണം. നമുക്കിപ്പോൾ നമ്പർ കിട്ടി 13ഉം 14ഉം ആണ്. ഇനി സൈൻ്റെ കാര്യം എന്താ പറയുക പറഞ്ഞത്? സൈൻ പറഞ്ഞത് വലിയ നമ്പർ ആരാ? വലിയ നമ്പർ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. ഒരാൾക്ക് പ്ലസ്സും ഒരാൾക്ക് മൈനസും ആണ്. ഒരാൾക്ക് പ്ലസ്സും ഒരാൾക്ക് മൈനസും ആണെന്ന് മനസ്സിലായി. ഇനി വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. വലുതാരാണ് ഇവിടെ? 14 അല്ലേ വലുത്? വലുതിൻ്റെ ചിഹ്നമാണ് ഈ കൊടുത്തിരിക്കുന്ന പ്ലസ്. അപ്പോൾ വലിയ നമ്പർ ഏതാ? 14. ചെറിയ നമ്പർ ഏതാ? 13. അപ്പം വലുതിൻ്റെ ചിഹ്നം 14ൻ്റെ സൈൻ ഏതായിരിക്കും? 14ൻ്റെ സൈൻ പോസിറ്റീവും 13ൻ്റെ സൈൻ നെഗറ്റീവും ആയിരിക്കത്തില്ലേ അല്ലേ? അങ്ങനെയല്ലേ വരുന്ന. സോ എന്താ വരുന്നത്? എക്സിൻ്റെ വാല്യൂ 14ൻ്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കും, 13ൻ്റെ സൈൻ നെഗറ്റീവും ആയിരിക്കും. അത്രയും ക്ലിയർ ആണല്ലോ? സോ 14ൻ്റെ സൈൻ പോസിറ്റീവും 13ൻ്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിന് സ്പ്ലിറ്റ് ചെയ്ത് 14x -13x എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? എക്സ് = നമുക്ക് 14 എക്സിനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് എക്സിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? എക്സിന് പകരം 14x - 13x എന്ന് എഴുതാം അല്ലേ? എക്സിന് പകരം 14x - 13x എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ് ഞാൻ. x² + 14x - 13x - 182 = 0. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി ഫസ്റ്റത്തെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഈ രണ്ട് ടേമിനെ ഗ്രൂപ്പ് ചെയ്തു, ഇതിന് രണ്ടിനെയും ഗ്രൂപ്പ് ചെയ്തു. ഈ രണ്ട് ടേമിൽ നിന്ന് എന്താ? എക്സിനെ കോമൺ എടുത്തു. എക്സിനെ കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? എക്സ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എക്സ് ഉണ്ട്, x + 14 അല്ലേ? x + 14 എന്ന് വന്നു. ഇനി -13x - 182 ഇതിൽ നിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാം? ഞാൻ ഒരു 13നെ കോമൺ എടുത്തു, -13നെ കോമൺ എടുത്തു. 13 എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? എക്സ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കി x + 14 ആണുള്ളത് അല്ലേ? x + 14 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കേ. -13x മൈനസിൻ്റെ പ്ലസ് -182 വരുമല്ലോ. ദിസ് = 0. അപ്പോഴോ ഇനി x + 14 രണ്ടിടത്തും ഉണ്ടല്ലോ. ഞാൻ x + 14നെ ഇനി എടുത്തു. x + 14 ഇൻറ്റു കാണാൻ പറ്റുന്നുണ്ടോ? x + 14 ഇൻറ്റു എന്താണ്? x - 13
എക്സ് മൈനസ് 13 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. അതിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 14 ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിന് എക്സിൻ്റെ വാല്യൂ എന്താ? -14 വന്നു. അടുത്തതിൽ എക്സ് മൈനസ് 13 ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താ വന്ന? 13 എന്ന് വന്നു. നമ്മളെ ഈ ക്വാഡ്രാറ്റിക് ഒക്കെ ചെയ്തു വരുമ്പോൾ, നമ്മൾ ഇക്വേഷൻ ചെയ്തു വരുമ്പോൾ ഞാൻ പറഞ്ഞു 2 സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞു. 2 സൊല്യൂഷൻ കിട്ടുമ്പോഴും നമുക്കൊരു കാര്യം ആലോചിക്കണം. നമ്മളിപ്പോൾ ഒരു റിയൽ ടൈമിലേക്ക് വരുമ്പോൾ, അല്ലെ, ഒരാളുടെ ഏജ് ഒക്കെ നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ ചിലപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂവും നെഗറ്റീവ് വാല്യൂവും വരാം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ ചൂസ് ചെയ്യാവൂ. കാരണം ഏജ് ഒക്കെ എപ്പോഴും എന്താണ്? പോസിറ്റീവ് ആണല്ലോ. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അല്ലാത്ത കേസിൽ റൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 റൂട്ടും മെൻഷൻ ചെയ്ത് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ എന്തൊക്കെ വന്ന? എക്സിൻ്റെ വാല്യൂ 13 വന്നു, -14 വന്നു. സോ നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ ചൂസ് ചെയ്യാം. അതായത് കൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എക്സ് പ്ലസ് 1 അല്ലേ? എക്സ് 13 എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 1 14 ആയിരിക്കും. സോ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 13ഉം 14ഉം തന്നെയാണ് നമ്മുടെ നമ്പേഴ്സ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ദ ആൾട്ടിറ്റ്യൂഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് 7 cm ലെസ് ദാൻ ഇറ്റ്സ് ബേസ്. ഇഫ് ദ ഹൈപ്പോട്ന്യൂസ് ഈസ് 13 cm, ഫൈൻഡ് ദ അതർ 2 sides യൂസിങ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഉണ്ടോ? എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിനേക്കാൾ 7 cm കുറവാണ്. ഇത് ഹൈപ്പോട്ന്യൂസ് എന്താണ്? 13 cm ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സൈഡിൻ്റെ എല്ലാം ലെങ്ത് കണ്ടുപിടിക്കുക അല്ലേ? എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിനേക്കാളും 7 cm കുറവാണ്. അപ്പോൾ എന്താണ്? ബേസിനെ നമ്മൾ എക്സ് ആക്കി എടുത്തു. ബേസ് എക്സ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബേസിനേക്കാൾ 7 കുറവാണ്. സോ എക്സ് മൈനസ് 7 ആയിരിക്കും അല്ലേ? ബേസിനേക്കാളും 7 കുറവായിരിക്കും. പിന്നെന്താ പറഞ്ഞേ? ഹൈപ്പോട്ന്യൂസ് 13 cm ആണ്. സോ ഹൈപ്പോട്ന്യൂസ് 13 cm ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ബാക്കിയുള്ള സൈഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. നമുക്കറിയാലോ, നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടില്ലേ? ബാക്കിയുള്ള സൈഡിൻ്റെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൻ്റെ എല്ലാ സൈഡുകളും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പൈതഗോറസ് തിയറം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ? എന്താണ് പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ അല്ലേ? സോ ബേസ് സ്ക്വയർ, ബേസ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എക്സ് മൈനസ് 7 അല്ലേ? ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 13 സ്ക്വയർ എന്ന് കിട്ടി. സിംപ്ലിഫൈ ചെയ്താലോ? എക്സ് സ്ക്വയർ പ്ലസ്, നോക്കിക്കേടാ, ഈ നടുക്കത്തെ ടേം എന്താ? എക്സ് മൈനസ് 7 ഹോൾ സ്ക്വയർ അല്ലേ? എക്സ് മൈനസ് 7 നമുക്ക് എന്താ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ? സോ നമുക്ക് എ മൈനസ് ബി ഹോൾ സ്ക്വയറിന് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എ സ്ക്വയർ ഫസ്റ്റത്തതിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 7 14x അല്ലേ? പ്ലസ് ബി സ്ക്വയർ, ബി സ്ക്വയർ എന്താ? 7ൻ്റെ സ്ക്വയർ 49 ഈക്വൽ ടു 13 സ്ക്വയർ. 13 സ്ക്വയർ 169 എന്ന് വരും അല്ലേ? എഴുതാവേ. ഈക്വൽ ടു 169 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ മൈനസ് 14x പ്ലസ് 49 മൈനസ് 169 ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇങ്ങനെയല്ലേ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ വന്നു, മൈനസ് 14x പ്ലസ് 49 അതുപോലെ എഴുതിയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് 169 ഇപ്പുറത്ത് കൊണ്ടുവന്നു, മൈനസ് 169 ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യാം? 2x സ്ക്വയർ മൈനസ് 14x മൈനസ് 169 പ്ലസ് 49 വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ 169 49 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 120 എന്ന് വരും അല്ലേ? സോ മൈനസ് 120 ഈക്വൽ ടു 0. ഇത്ര ഓക്കെ ആണല്ലോ? നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? അതായത് നമ്മളതിനെ ഇതിൽ ഈ ഒരു ഇക്വേഷനിൽ 2x സ്ക്വയർ മൈനസ് 14x മൈനസ് 120 ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് ഒരു 2 ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്താലോ? ത്രൂ ഔട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ബാക്കിയുള്ള 2 സൈഡിൻ്റെ ലെങ്ത്. അതായത് ബാക്കിയുള്ള 2 സൈഡ് എന്ന് പറയുമ്പോൾ എക്സും എക്സ് മൈനസ് 7. സോ എക്സും എക്സ് മൈനസ് 7 എന്ന് പറയുമ്പോൾ എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ റൂട്ടല്ലേ? റൂട്ടാണ്. ഏത് മെത്തേഡിൽ? ഫാക്ടറൈസേഷൻ മെത്തേഡിൽ. അപ്പം നമുക്ക് ചെയ്തു തരാം. നമ്മുടെ ഇക്വേഷൻ കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 7x മൈനസ് 60 ഈസ് ഈക്വൽ ടു 0 എന്ന് വന്നു. അതായത് നമുക്ക് എന്താ? നമ്മൾ ഈ നോക്കണം, മിഡിൽ ടേം നോക്കണം. മിഡിൽ ടേം ഏതാണ്? മൈനസ് 7x ആണ്. അതായത് മൈനസ് 7x നമ്മൾ എന്ത് വേണം? സ്പ്ലിറ്റ് ചെയ്യണം.
സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ളത്? നമ്മൾ ലാസ്റ്റത്തെ ടേം കൂടി നോക്കണം. അതായത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന രണ്ട് നമ്പേഴ്സും എന്തിൻ്റെയാണ്? ഈ ലാസ്റ്റ് കിടക്കുന്ന ഈ നമ്പറിൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. അതായത് ലാസ്റ്റ് കിടക്കുന്ന നമ്പറിൻ്റെ എന്താണ് മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള നമ്പറാണ് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. ക്ലിയർ ആയോ? അതായത് ഈ 60, അതായത് രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 60 വരണം. എന്നാൽ ആ രണ്ട് നമ്പേഴ്സിൻ്റെയും ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഈ -7 കൂടി വരണം. എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 വരണം, ഡിഫറൻസ് എടുക്കുമ്പോൾ -7 വരണം. നോക്കിക്കേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -60 അല്ലേ? ഞാൻ പറഞ്ഞു മൈനസ് ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -60 ആണ്, മൈനസ് ആണ്. പ്രോഡക്റ്റ് മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ രണ്ട് നമ്പറിൻ്റെയും സൈൻ ഡിഫറൻ്റ് ആയിരിക്കും. സൈൻ ഡിഫറൻ്റ് ആയതുകൊണ്ടല്ലേ പ്രോഡക്റ്റ് മൈനസ് വന്നത്? ആണ്, സൈൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടുപേരുടെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരണം? 60 വരണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 വരണമെന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും നമ്പർ? ഞാൻ പറയണം 12ഉം അതുപോലെ 5ഉം. ഒന്ന് നോക്കിക്കേ, 12ഉം 5ഉം രണ്ട് നമ്പർ ഞാൻ ചൂസ് ചെയ്തു. 12 × 5 60 അല്ലേ? അത് 60ൻ്റെ ഒരു ഫാക്ടേഴ്സാണ് 12ഉം 5ഉം. ഇനി 12ഉം 5ഉം തമ്മിൽ എന്തെങ്കിലും ചെയ്യുമോ? 12ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എന്ത് വരും? 7 വരുന്നുണ്ട്. സോ അതും വരുന്നുണ്ട്. അപ്പം രണ്ട് നമ്പർ നമുക്ക് സെലക്ട് ആയി, 12ഉം 5ഉം ആണ് നമ്പർ എന്ന് സെലക്ട് ആയി. നമ്മൾ മൾട്ടിപ്ലൈ നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വേണം? ആദ്യം നമ്മൾ ഈ 60യുടെ ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. 60 1 × 60, 2 × 30, അങ്ങനെ 60 ഏതൊക്കെ ഫാക്ടേഴ്സ് ആക്കി മാറ്റാൻ പറ്റുമോ അതേപോലെ എല്ലാം മാറ്റണം. മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് നോക്കണം? ആ രണ്ട് നമ്പേഴ്സ് മാറ്റി കിട്ടിയ ആ രണ്ട് ഫാക്ടേഴ്സ് തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ -7 വരുന്നോ നോക്കണം. -7 ഏതിലാണോ വരുന്നത് അവിടെയാണ് നമ്മൾ ആ നമ്പറിനെ സെലക്ട് ചെയ്യാനുള്ളത്. മനസ്സിലായോ? ഇവിടെ ഞാൻ പറഞ്ഞു 12ഉം അതുപോലെ തന്നെ 5ഉം. 12ഉം 5ഉം നമുക്കറിയാം 12 × 5 60. അപ്പോൾ പിന്നെ പറഞ്ഞു രണ്ടുപേരുടെയും സൈൻ ഡിഫറൻ്റ് ആണെന്ന്. കാരണം -60 വന്നതുകൊണ്ട് രണ്ടുപേരുടെയും സൈൻ ഡിഫറൻ്റ് ആയിരിക്കും. സോ അപ്പോൾ എന്തെഴുതാം? ഒരാൾ പ്ലസ്സും ആയിരിക്കും, ഒരാൾ മൈനസും ആയിരിക്കും. ഇനി ആരാണ് പ്ലസ്, ആരാണ് മൈനസ്? ആരാണ് പ്ലസ്, ആരാണ് മൈനസ് എന്നറിയാൻ നമ്മൾ എന്ത് വേണം? മിഡിൽ ടേമിലേക്ക് വരണം. സോ മിഡിൽ ടേം ഏതാ ഇവിടെ? -7x അല്ലേ? ആണ്. സോ ആരായിരിക്കും പ്ലസ്? നമുക്കറിയാം വലുതീന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ വലിയ നമ്പർ ആരാണോ ആ നമ്പർ ആയിരിക്കും മൈനസ്, ചെറിയ നമ്പർ ആരാണോ അവരായിരിക്കും പ്ലസ്. ഇവിടെ വലിയ നമ്പർ ആരാ? 12ഉം 5ഉം അല്ലേ ഞാൻ സെലക്ട് ചെയ്തത്? നോക്കിക്കേ, 12ഉം 5ഉം അല്ലേ സെലക്ട് ചെയ്തത്? അപ്പോൾ ഞാൻ പറയാം 12ൻ്റെ സൈനാണ് വലിയ സൈൻ. വലുതീന്ന് ചെറുത് കുറച്ചു, 12ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 7 വരും അല്ലേ? അതിൻ്റെ സൈൻ. അപ്പോൾ 12ൻ്റെ സൈനാണ് ഈ മൈനസ് വന്നത് അല്ലേ? അപ്പോൾ എനിക്ക് എന്തെഴുതാം? x² മൈനസ് ഈ 7xന് പകരം ഞാൻ എന്തെഴുതി? x² മൈനസ് 12x പ്ലസ് 5x -60 = 0. ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഇതാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ സ്റ്റെപ്പ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ -12x പ്ലസ് 5x എഴുതും. -60 = 0. ഇനി എന്ത് ചെയ്യാം? ഈ രണ്ട് ടേംസ് ഗ്രൂപ്പാക്കി ഇതിനെ രണ്ടിനെയും ഗ്രൂപ്പാക്കി. ഇത് രണ്ടെണ്ണത്തിൽ നിന്ന് ഏത് കോമൺ എടുക്കാം? x² മൈനസ് 12x. അത് ഞാനൊരു എക്സിനെ ഞാനിഞ്ഞ് കോമൺ എടുത്തു. എക്സിനെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? എക്സ്. ബാക്കി എന്താ ഉള്ളത്? -12 എന്ന് കിട്ടി അല്ലേ? x -12. ഇനി എന്താ ഉള്ളത്? പ്ലസ് ഇവിടെ 5x - 60. 5x - 60 എന്ന് എനിക്കൊരു 5നെ ഇഞ്ഞ് കോമൺ എടുത്തൂടെ? 5നെ ഞാനിഞ്ഞ് കോമൺ എടുത്തു. ബാക്കി എന്താ ഉള്ളത്? x -60 / 5 ചെയ്യുമ്പോൾ എന്ത് വരും? 12 വരും. സോ = 0. ഇത്രയും ക്ലിയർ ആയോ? എന്താ ചെയ്തേ? ഈ ഫസ്റ്റത്തെ രണ്ട് ടേമിൽ നിന്ന് ഞാൻ എക്സിനെ കോമൺ എടുത്തു. അപ്പോൾ x × x -12 പ്ലസ് രണ്ടാമത്തെ ടേമിൽ നിന്ന് 5നെ കോമൺ എടുത്തു. 5 എടുക്കുമ്പോൾ 5 × x -12 = 0 എന്ന് വന്നു. ഇത്രയും ഓക്കെ ആണോ? രണ്ടിടത്തും എന്തുണ്ട്? x -12 ഇല്ലേ? x -12നെ കോമൺ എടുത്തു. ഇൻറ്റു ബാക്കി ആരാ ഉള്ള? x + 5 അല്ലേ? അതിനെ അങ്ങ് ഒരുമിച്ച് എഴുതി. = 0. x -12 × x + 5 = 0. ക്ലിയർ ആയോ? ഇനി എന്ത് ചെയ്യാം? x -12 = 0 കൊടുത്തു, x + 5 = 0 കൊടുത്തു അല്ലേ? ഇതിന് x = നമുക്ക് എന്ത് എഴുതാം? 12 എന്ന് എഴുതാം. x = -5 എന്ന് എഴുതി. x രണ്ട് വാല്യൂ കിട്ടിയില്ലേ? ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ റിയൽ ടൈമിലോട്ടൊക്കെ വരുമ്പോൾ എന്താണ് എക്സിൻ്റെ വാല്യൂ നമ്മൾ മൈനസും പ്ലസ്സും ഉണ്ടെങ്കിൽ പോസിറ്റീവ് എടുക്കേണ്ട വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് എടുക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു വശമല്ലേ പറഞ്ഞിരിക്കുന്ന, ഒരു സൈഡല്ലേ? ഒരു സൈഡ് എന്തായാലും നെഗറ്റീവ് ആവത്തില്ലല്ലോ, പോസിറ്റീവ് വാല്യൂ അല്ലേ? സോ നമ്മൾ ഏത് വാല്യൂ ചൂസ് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ 12 എന്നുള്ളത് ചൂസ് ചെയ്യണം. സോ എക്സിൻ്റെ ഒരു വാല്യൂ 12 എന്ന് കിട്ടി. അപ്പോൾ അടുത്ത x - 7 എന്തായിരിക്കും? 12ൽ നിന്ന് 7 കുറയ്ക്കുന്നത്. സോ രണ്ടാമത്തത് 5 ആയിരിക്കും അല്ലേ? ഒരു സൈഡ് എന്തായാലും 12 കിട്ടി, അടുത്ത സൈഡ് 5 കിട്ടി അല്ലേ?
അടുത്ത സൈഡ് 13. ഇതായിരിക്കും 3 സൈഡുകൾ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് വേണം? 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ചെയ്ത് നോക്കിക്കേ. 13 സ്ക്വയർ വരുന്നുണ്ടോ? 12ന്റെ സ്ക്വയർ 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25. 144ഉം 25 കൂടി ആഡ് ചെയ്യുമ്പോൾ 169 അല്ലേ? 169 ഇസ് ദ സ്ക്വയർ ഓഫ് 13 ആണ്. പൈതഗോറസ് തിയറം വെച്ചിട്ട് കറക്റ്റ് ആണ്. മനസ്സിലായോ? എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മേക്ക് ചെയ്തു, അതിനെ ഫാക്ടേഴ്സ് ആക്കി ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ 12ഉം -5ഉം കിട്ടി. സോ നമ്മൾ പോസിറ്റീവ് വാല്യൂ മാത്രമേ ഇവിടെ ചൂസ് ചെയ്തോളൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12 എന്ന് കിട്ടി. സൈഡുകൾ ഏതൊക്കെയാണ്? 12ഉം 5ഉം 13ഉമാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു അല്ലേ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്, അതിൻ്റെ പവർ 2 ആണ്. അങ്ങനത്തെ ഇക്വേഷൻസാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി അല്ലേ? അതായത് ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ax² + bx + c = 0 അങ്ങനൊരു ഫോമിൽ വന്നോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനൊരു ഫോമിൽ വന്നെങ്കിൽ അത് ക്വാഡ്രാറ്റിക് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് അല്ല. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ ഒരു സിറ്റുവേഷൻ തന്നിട്ട് നമ്മൾ അതിനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് ആക്കി എഴുതി അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലോട്ട് അവസാനം അതിനെ കൊണ്ടുവന്നു. അത് പഠിച്ചു. പിന്നെ വരുന്നത് നമ്മൾ എന്താ പഠിച്ചേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസ്, റൂട്ട്സ് കണ്ടുപിടിക്കുന്ന മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ 3 മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു. ഏതാണ്? ക്വാഡ്രാറ്റിക് മെത്തേഡ്, അതുപോലെ ഫാക്ടറൈസേഷൻ മെത്തേഡ്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫാക്ടറൈസേഷൻ മെത്തേഡായിരുന്നു. സോ ഫാക്ടറൈസേഷൻ മെത്തേഡ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയായിരുന്നു ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ എടുത്തത്? നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്കറിയാം, x² ടേം ഉണ്ട്, എക്സിൻ്റെ ടേം ഉണ്ട്, കോൺസിൻ്റെ ടേം ഉണ്ട്. സോ ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എക്സിൻ്റെ ടേം സെലക്ട് ചെയ്യുക. എക്സിൻ്റെ ടേം സെലക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 2 ടേംസിൻ്റെ ഫാക്ടേഴ്സുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫാക്ടേഴ്സിനെ സെലക്ട് ചെയ്യുക. എക്സിൻ്റെ ടേം സ്പ്ലിറ്റ് ചെയ്യുക. എക്സിൻ്റെ ടേം സ്പ്ലിറ്റ് ചെയ്തിട്ട് മറ്റുള്ള 2 ടേംസുമായിട്ട് അതിൻ്റെ ഫാക്ടറുമായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളതിനെ എന്ത് ചെയ്യാൻ? ഗ്രൂപ്പ് ചെയ്യാനായിട്ട്. ഗ്രൂപ്പ് ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എടുത്തിട്ട് അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്ത് എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ, അതായിരിക്കും. താങ്ക് യു.